പ്രായമാവാതിരിക്കാൻ അഥവാ വാർദ്ധക്യമാവുന്നത് തടയാൻ മനുഷ്യർക്ക് ഒരു വഴിയുണ്ടായിരുന്നെങ്കിൽ, സാധ്യമായിരുന്നുവെങ്കിൽ, മറ്റു രീതിയിൽ പറഞ്ഞാൽ ഏജിങ് എന്നത് നമുക്കൊരു ഓപ്ഷണൽ ആയിരുന്നുവെങ്കിൽ ആലോചിക്കാൻ രസമാണല്ലേ. പക്ഷെ തൽക്കാലം നമുക്ക് ആലോചിക്കാൻ മാത്രമേ പറ്റുകയുള്ളൂ മനുഷ്യർക്ക്. എന്നാൽ നമ്മൾ ഈ ജീവിക്കുന്ന ലോകത്ത് യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു ജീവിയുണ്ട്. അതായത് പ്രായത്തെ പിന്നോട്ടടിക്കാൻ ശേഷിയുള്ള, ചെറുപ്പമാകാൻ കഴിവുള്ള ഒരു ജീവി. കരയിലല്ല, കടലിൽ. ഇമ്മോർട്ടൽ ജെല്ലി ഫിഷ് അഥവാ മരണമില്ലാത്ത ജെല്ലി ഫിഷ് എന്ന വെളിപ്പേരുള്ള ട്യൂറിടോപ്സിസ് ഡോർണി എന്ന ജീവിയെക്കുറിച്ചാണ്, അതിന്റെ വിശേഷങ്ങളെയും കൗതുകങ്ങളെയും കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. നമസ്കാരം, ചെറുതല്ല കാര്യത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇമ്മോർട്ടാലിറ്റി അഥവാ മരണമില്ലാത്ത അവസ്ഥ ഒരു സയൻസ് ഫിക്ഷൻ പോലെയുണ്ടല്ലേ. എന്നാൽ കടലിൽ ജീവിക്കുന്ന ട്യൂറിടോപ്സിസ് ഡോർണി എന്ന ജെല്ലി ഫിഷ് യഥാർത്ഥത്തിൽ നമുക്കറിയാവുന്ന ജീവിതത്തെയും മരണത്തെയും വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ബയോളജിക്കലി അയാളുടെ പ്രായം പിറകോട്ടാക്കിക്കൊണ്ട്, ചെറുപ്പമായിക്കൊണ്ടാണ് ജീവിതത്തെയും മരണത്തെയും വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരിക്കലല്ല, പലതവണ ഒരേ ജീവിക്ക് ഈ പ്രവൃത്തി ചെയ്യാനുള്ള കഴിവുമുണ്ട്. നമ്മൾക്ക് കേട്ട് പരിചയമുള്ള ഹൈഡ്ര അല്ലെങ്കിൽ സീ അനിമണി എന്നീ ജീവികൾ ഉൾപ്പെടുന്ന ഫൈലം നൈഡേറിയയിലാണ് നമ്മുടെ ഇന്നത്തെ കഥാനായകനും ഉൾപ്പെടുന്നത്. ഒറിജിനലി ഇമ്മോർട്ടൽ ജെല്ലി ഫിഷ് മെഡിറ്ററേനിയൻ കടൽ നിവാസിയാണ് എന്നാണ് കരുതപ്പെടുന്നത്. ഈ ജീവിയെ ആദ്യമായി കണ്ടെത്തിയതും ഇതേ കടലിൽ വെച്ച് തന്നെയാണ്. എന്നാൽ ഇന്ന് ലോകത്തിലെ പല ട്രോപ്പിക്കൽ, സബ് ട്രോപ്പിക്കൽ കടലുകളിലും ഈ ജെല്ലി ഫിഷിന്റെ സാന്നിധ്യമുണ്ട്. കപ്പലുകളിലെയും വലിയ ബോട്ടുകളിലെയും ബാലസ്റ്റ് ടാങ്കുകളിൽ അറിയാതെ ഉൾപ്പെട്ടാണ് ഇവർ ലോകത്തിലെ മറ്റ് കടലിലേക്ക് എത്തിയതെന്ന് കരുതപ്പെടുന്നു. കപ്പലുകളിലും വലിയ ബോട്ടുകളിലും കാണപ്പെടുന്ന പ്രത്യേക അറയാണ് ബാലസ്റ്റ് ടാങ്ക്. ഈ ടാങ്കിൽ നിറയ്ക്കുന്ന വെള്ളമാണ് കപ്പലിന്റെയും ബോട്ടിന്റെയും എല്ലാം ഡ്രാഗ്, അതുപോലെ ബോയൻസി എല്ലാം നിയന്ത്രിക്കുന്നത്. ഈ ടാങ്കിൽ നിറയ്ക്കുന്ന വെള്ളത്തിൽ ഈ ജെല്ലി ഫിഷ് അറിയാതെ അകപ്പെട്ടു പോയാലും അതിനെ തിരിച്ചറിയാനുള്ള വലുപ്പമൊന്നും ഈ ജീവിക്കില്ല തന്നെ. ഏതായാലും ഇന്ന് ലോകത്തിലെ ഒട്ടുമിക്ക കടലുകളിലും ഈ ജീവിയുടെ സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ട്. ജെല്ലി ഫിഷുകൾ എന്ന് നിങ്ങൾ മുമ്പേ കേട്ടിരിക്കും. നമ്മൾ ഇന്ന് സംസാരിക്കുന്നതും ഒരു ജെല്ലി ഫിഷിനെ കുറിച്ചാണ്. എന്നാൽ മറ്റുള്ളവയിൽ നിന്നും ഇമ്മോർട്ടൽ ജെല്ലി ഫിഷ് എങ്ങനെ വ്യത്യസ്തനായിരിക്കുന്നു എന്നറിയണമെങ്കിൽ ജെല്ലി ഫിഷുകളുടെ ജീവിതചക്രം നമുക്കൊന്ന് അറിയേണ്ടതുണ്ട്. ജെല്ലി ഫിഷുകൾ എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഴ്സ് ആണ്. അതായത് വെള്ളത്തിൽ വെച്ചാണ് ഇവരുടെ ബീജസങ്കലനം നടക്കുന്നത്. വെള്ളത്തിലേക്ക് വിസർജിക്കപ്പെടുന്ന അണ്ടവും ബീജവും അവിടെ വെച്ചാണ് സങ്കലനം നടക്കുന്നത്. അത്തരം പ്രവൃത്തിയാണ് എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ അഥവാ ബാഹ്യ ബീജസങ്കലനം എന്ന് പറയുന്നത്. ഫെർട്ടിലൈസേഷൻ നടന്ന് എംബ്രിയോ ഉണ്ടായി കഴിഞ്ഞാൽ ജീവിതത്തിന്റെ അടുത്ത ഘട്ടം ഒരു ലാർവൽ സ്റ്റേജ് ആണ്. പ്ലാനുല ലാർവ എന്നാണ് ഇതറിയപ്പെടുന്നത്. പ്ലാനുല ലാർവ വെള്ളത്തിൽ പൊങ്ങിക്കിടന്ന് ജീവിക്കുന്ന പ്ലാങ്ക്ടോണിക് ഫോമാണ്. ജീവിതത്തിന്റെ ഒരു ഘട്ടത്തിൽ ഈ ലാർവ കട്ടിയുള്ള സബ്സ്ട്രേറ്റത്തിൽ, പാറ പോലെ ഏതെങ്കിലും ഉറപ്പുള്ള പ്രതലത്തിൽ പോയി പറ്റിപ്പിടിച്ച് വളരാൻ തുടങ്ങും. ഈ അവസ്ഥയെ വിളിക്കുന്നത് പോളിപ്പ് എന്നാണ്. ഒരു സസ്യത്തിന്റെ രൂപഘടനയാണ് പോളിപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. പോളിപ്പ് അവസ്ഥയിൽ കുറച്ചുകാലം തുടർന്ന് കഴിയുമ്പോൾ അതിൽ നിന്നും അടരുകളായി കഷ്ണം കഷ്ണമായി ഇത് പൊട്ടി മാറാൻ തുടങ്ങും. അടരുകളായി പൊട്ടി മാറി വരുന്ന ഓരോ കഷ്ണവും ഓരോ ജെല്ലി ഫിഷായി മാറാൻ ശേഷിയുള്ളതാണ്. ഇതും ഒരു ലാർവയാണ്. അതിനെ വിളിക്കുന്നത് എഫൈറ ലാർവ എന്നാണ്. എഫൈറ ലാർവ പിന്നീട് വളർച്ച പ്രാപിച്ച് പ്രായപൂർത്തിയായി വംശവർദ്ധന നടത്തി അവരുടെ ജീവിതം അവസാനിച്ചു പോവുകയും ചെയ്യും. ഇതാണ് ഒരു ജെല്ലി ഫിഷിന്റെ യഥാർത്ഥത്തിലുള്ള ജീവിതചക്രം. എന്നാൽ ഇതിൽ നിന്ന് വ്യത്യസ്തമാണ് ട്യൂറിടോപ്സിസ് ഡോർണി എന്ന നമ്മുടെ ഇന്നത്തെ കഥാനായകന്റെ ജീവിതം. പ്രായപൂർത്തിയായ ഇമ്മോർട്ടൽ ജെല്ലി ഫിഷിന് അവിടെ നിന്ന് തിരിച്ച് പ്രായം കുറഞ്ഞ ചെറുപ്പ അവസ്ഥയിലേക്ക്, പോളിപ്പ് അവസ്ഥയിലേക്ക് മാറാനുള്ള കഴിവുണ്ട് എന്നതാണ് ഇയാളെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നത്. മുറിവേൽക്കപ്പെടുകയോ മുന്നോട്ട് ജീവിക്കാനാകാത്തതുപോലെ സ്ട്രെസ് അനുഭവിക്കുകയോ ഇനി അതുമല്ലെങ്കിൽ പ്രായാധിക്യമാവുകയോ വാർദ്ധക്യമാവുകയോ ചെയ്താൽ ഇമ്മോർട്ടൽ ജെല്ലി ഫിഷിന് അയാളുടെ ചെറുപ്പകാലത്തേക്ക്, പോളിപ്പ് ഫോമിലേക്ക് മടങ്ങിപ്പോകാനുള്ള കഴിവുണ്ട്. എളുപ്പം മനസ്സിലാക്കാൻ വേണ്ടി ഒരു ശലഭം, ചിത്രശലഭം തിരിച്ച് വീണ്ടും പ്യൂപ്പയോ അല്ലെങ്കിൽ അതിന്റെ ശലഭ പുഴുവായി മാറുന്നത് സങ്കല്പിച്ചാൽ മതി. ടൈം ട്രാവൽ പോലെയോ അല്ലെങ്കിൽ ഒരു ബയോളജിക്കൽ യൂടേൺ പോലെയോ അവിശ്വസനീയമാണെന്ന് തോന്നാമല്ലേ? പക്ഷേ അല്ല, സത്യമാണ്. എന്നാൽ എന്താണ് ഇതിന്റെ ശാസ്ത്രീയത? എന്തുകൊണ്ടാണ് ഈ ജീവിക്ക് ഈ കഴിവ് കിട്ടുന്നത്? ഇമ്മോർട്ടൽ ജെല്ലി ഫിഷിന് പ്രായത്തെ തിരിച്ചു കൊണ്ടുപോകാൻ അഥവാ ചെറുപ്പം വീണ്ടെടുക്കാനുള്ള കഴിവിനെ വിളിക്കുന്നത് ട്രാൻസ് ഡിഫറൻസിയേഷൻ എന്നാണ്. പൂർണ്ണ വളർച്ചയെത്തിയ ഒരു കോശത്തിന് മറ്റേതെങ്കിലും ഒരു കോശമായി അപ്പാടെ മാറാനുള്ള കഴിവിനെയാണ് ട്രാൻസ് ഡിഫറൻസിയേഷൻ എന്ന് വിളിക്കുന്നത്. പ്രായത്തെ പിന്നോട്ടടിച്ച് ചെറുപ്പം നിലനിർത്തി തങ്ങളുടെ മരണം വൈകിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടുകൊണ്ട് ട്യൂറിടോപ്സിസ് ഡോർണി അവരുടെ വിധി മാറ്റി എഴുതിക്കൊണ്ടിരിക്കുകയാണ് എന്ന് വേണമെങ്കിൽ ആലങ്കാരികമായി പറയാം. ചെറുപ്പം നിലനിർത്താൻ ഈ ജീവിക്ക് ഒരു പ്രത്യേക ജനിതക രീതിയുണ്ട്. പ്രായമാവാതിരിക്കാനുള്ള ഈ സൂത്രത്തിന് പിറകിലെ രഹസ്യം ടീലോമിയറുകളാണ്. ശരീരകോശങ്ങളിൽ ക്രോമസോമുകൾ ഉള്ളതായിട്ട് അറിയാമല്ലോ. ക്രോമസോമുകളുടെ അഗ്രഭാഗത്തായി ആവർത്തിക്കപ്പെടുന്ന DNA സീക്വൻസുകൾ ഉൾപ്പെടുന്നതാണ് ടീലോമിയറുകൾ. യഥാർത്ഥത്തിൽ ടീലോമിയറുകൾ ക്രോമസോമിന്റെ ഒരു പ്രൊട്ടക്റ്റീവ് ക്യാപ്പ് ആണെന്ന് പറയാം. ടീലോമിയറിനെ എളുപ്പം മനസ്സിലാക്കാൻ ഷൂ ലേസ് സങ്കല്പിച്ചാൽ മതി. ഷൂ ലേസിന്റെ രണ്ടറ്റത്തും പ്ലാസ്റ്റിക്കിന്റെ ഒരു ആവരണം കാണാം. ലേസ് നശിച്ചു പോകാതിരിക്കാൻ വേണ്ടിയാണ് ആ ക്യാപ്പ് ഇടുന്നത്.
അതുപോലെ തന്നെയാണ് ടീലോമിയറുകൾ ക്രോമസോമുകളെ സംരക്ഷിക്കുന്നത്. സെൽ ഡിവിഷൻ നടക്കുമ്പോൾ DNA-യും കോപ്പി ചെയ്യപ്പെടും. ഇതിനെ DNA റെപ്ലിക്കേഷൻ ആണ് പറയുക. എന്നാൽ DNA റെപ്ലിക്കേഷന്റെ സ്വഭാവത്തിലുള്ള ചില പ്രത്യേകതകൾ കൊണ്ട് ക്രോമസോമുകളുടെ അങ്ങേ അറ്റം വരെ കാര്യക്ഷമമായി കൃത്യമായി DNA കോപ്പി ചെയ്യപ്പെടാറില്ല. ക്രോമസോമുകളുടെ അറ്റം എന്ന് പറയുമ്പോൾ ടീലോമിയറിനോട് ചേർന്ന ഭാഗം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഓരോ സമയം DNA റെപ്ലിക്കേഷൻ നടക്കുമ്പോഴും ടീലോമിയറിന്റെ നീളം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നാണ്. നിരന്തരമായി കോപ്പി ചെയ്യപ്പെട്ട് ടീലോമിയറിന്റെ നീളം ഒരു പരിധിയിൽ കുറഞ്ഞാൽ പിന്നീട് ആ കോശം ഡിവൈഡ് ചെയ്യപ്പെടുകയില്ല. പകരം ആ കോശം സെനിസെൻസ് അഥവാ സെൽ ഏജിംഗ് അല്ലെങ്കിൽ അപ്പോപ്ടോസിസ് അതായത് പ്രോഗ്രാംഡ് സെൽ ഡെത്ത് എന്ന അവസ്ഥയിലേക്ക് എത്തും. ഇത് രണ്ടും ഡാമേജ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരുപാട് പ്രായമായ കോശങ്ങൾ വീണ്ടും വിഭജിക്കപ്പെടാതിരിക്കാനുള്ള ഒരു നാച്ചുറൽ ഡിഫൻസ് മെക്കാനിസമാണ്. ഇതിന് കാരണമാവുന്നതോ DNA റെപ്ലിക്കേഷൻ സമയത്ത് ടീലോമിയറിന് സംഭവിക്കുന്ന നീളക്കുറവ്. അങ്ങനെയാണെങ്കിൽ ടീലോമിയറിന്റെ നീളം കുറയാതെ കാക്കാൻ പറ്റിയാൽ തീർച്ചയായിട്ടും സെൽ ഏജിംഗ് എന്ന പ്രോസസ് നടക്കുകയില്ല, പ്രായമാവുകയില്ല എന്നർത്ഥം. ഈ സൂത്രമാണ് ഇമ്മോർട്ടൽ ജെല്ലി ഫിഷ് പ്രയോഗിക്കുന്നത്. അതിനായി അവയുടെ കോശങ്ങളിൽ ഒരു പ്രത്യേക എൻസൈം ഉണ്ട്, ടീലോമെറൈസ്. ഓരോ തവണ ടീലോമെറൈസ് എൻസൈം പ്രവർത്തിക്കുമ്പോഴും ടീലോമിയറിന്റെ നഷ്ടപ്പെട്ടു പോയ നീളം വീണ്ടും സ്ഥാപിക്കപ്പെടും. ഇങ്ങനെയാണ് ഇമ്മോർട്ടൽ ജെല്ലി ഫിഷ് പ്രായമാകുന്നത് തടഞ്ഞുകൊണ്ട് സെൽ ഡിഫറൻസിയേഷൻ നടത്തി വീണ്ടും പോളിപ് ഫോമിലേക്ക് മാറുന്നത്. ഇത്രയും മിടുക്കോടെ കാര്യങ്ങൾ ചെയ്യുന്ന ജീവി ശരീരവലുപ്പം കൊണ്ട് വമ്പനാണെന്ന് വിചാരിക്കരുത്. 1 സെന്റിമീറ്ററിൽ താഴെ ഏകദേശം 4.5 മില്ലിമീറ്റർ മാത്രം വലുപ്പമുള്ള ഒരു കുഞ്ഞൻ ജീവിയാണ് ഇമ്മോർട്ടൽ ജെല്ലി ഫിഷ്. ഉള്ളിലുള്ള ചുവന്ന വയർഭാഗം പുറത്ത് കാണത്തക്ക രീതിയിൽ ഇവരുടെ ശരീരം ട്രാൻസ്പെറന്റ് ആണ് താനും. ഇവരുടെ കുറഞ്ഞ വലുപ്പവും ഉറപ്പില്ലാത്ത അല്ലെങ്കിൽ ബലമില്ലാത്ത ശരീര ഘടനയും കാരണം ലാബിൽ കൊണ്ടുവന്ന് ഇവരെ പഠിക്കുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ടെന്റക്കിളുകൾ പോലെ നഷ്ടപ്പെട്ടു പോയ ശരീരഭാഗം പുനരുജ്ജീവിപ്പിക്കാനുള്ള റീജനറേഷൻ കപ്പാസിറ്റി പല ജെല്ലി ഫിഷുകൾക്കും ഉണ്ടെങ്കിലും ആവർത്തിച്ച് പ്രായം പിന്നോട്ടടിച്ച് മരണത്തെ തോൽപ്പിക്കാനുള്ള കഴിവുള്ള ഒരേ ഒരു ജെല്ലി ഫിഷ് ട്യൂറിറ്റോപ്സിസ് ടോർണി മാത്രമാണ്. മനുഷ്യരോഗം നിയന്ത്രിക്കാനുള്ള ആധുനിക ശാസ്ത്രത്തിലും ഇവയുടെ ജനിതക പഠനം വളരെ വിലപ്പെട്ടതാണ്. പ്രത്യേകിച്ചും സെല്ലുലാർ റീപ്രോഗ്രാമിംഗ്, ആന്റി ഏജിംഗ് തെറാപ്പി, ക്യാൻസർ ട്രീറ്റ്മെന്റ് എന്നീ മേഖലകളിൽ ട്യൂറിറ്റോപ്സിസ് ഡോർണിയുടെ ട്രാൻസ് ഡിഫറൻസിയേഷൻ കപ്പാസിറ്റിയെക്കുറിച്ചുള്ള പഠനം എടുത്തു പറയേണ്ടതാണ്. ടീലോമറൈസ് എൻസൈമിനെ നിയന്ത്രിച്ചുകൊണ്ട് മനുഷ്യനിൽ ടീലോമിയറിനെ റിപ്പയർ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ആധുനിക വൈദ്യശാസ്ത്രത്തിലും ജനിതകശാസ്ത്രത്തിലും അതൊരു വമ്പൻ മുന്നേറ്റമായിരിക്കും. ഇമ്മോർട്ടൽ ജെല്ലി ഫിഷിന്റെ അഥവാ മരണമില്ലാത്ത ജെല്ലി ഫിഷിന്റെ ഈ ജനിതക തത്വം ഉപയോഗിച്ചുകൊണ്ട് മനുഷ്യൻ കൂടുതൽ ആരോഗ്യത്തോടു കൂടി കൂടുതൽ കാലം ജീവിച്ചിരിക്കാനുള്ള കഴിവ് നേടില്ല എന്ന് ആര് കണ്ടു? കാത്തിരിക്കാം നമുക്ക്. മറ്റൊരു വിഷയവുമായി അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം.